KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. G20 രാജ്യങ്ങൾ ഉൾപ്പെടെ 40 രാജ്യങ്ങൾ IS-നെ സഹായിക്കുന്നുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. മുതിർന്ന VHP നേതാവ് അശോക് സിംഗാൾ അന്തരിച്ചു. ഗുഡ്ഗാവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് സ്പാനിഷ് കോടതിയുടെ അറസ്റ്റ് വാറണ്ട്. പാരീസിലെ ഭീകരാക്രമണം ഇരുട്ടടി സിറിയൻ അഭയാർത്ഥികൾക്ക്, കടുത്ത നയങ്ങൾക്ക് സമ്മർദ്ദം. അന്ന് താജ്മഹലുണ്ടാക്കി, ഇന്ന് ഒരു റോഡ് പോലും നിർമ്മിക്കാനാകുന്നില്ല സുപ്രീം കോടതി. ടിപ്പു സുൽത്താൻ മതമൈത്രിയുടെ വാക്താവ്. തീവ്രവാദത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടാവണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മുസ്ലിം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ MSOയുടെ ദേശീയാസ്ഥാനം ന്യൂഡൽഹിയിൽ തുറന്നു. SSF ക്യാമ്പസ് ധർമ്മസഞ്ചാരം പ്രയാണം ആരംഭിച്ചു. മുസ്ലിം ലീഗ് നേതാവ് മർഹൂം അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ മകൻ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ ഇന്ന് KMIC ന്യൂസിൽ. വാർത്തകൾ വിശദമായി. ലോകരാജ്യങ്ങളെ നടുക്കി ഫ്രാൻസിൽ ആക്രമണം നടത്തിയ IS-ന് 40 ലോകരാജ്യങ്ങൾ സഹായം ചെയ്യുന്നുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. G20 രാജ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇതെന്നും പുടിൻ വ്യക്തമാക്കി. IS-ന് സഹായം ചെയ്യുന്നവരുടെ പട്ടിക ലഭിച്ചിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ ലഭിച്ചതെന്നും G20 രാജ്യങ്ങൾ സഹായം നൽകുന്നതിൽ ഉൾപ്പെടുന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണെന്നും പുടിൻ പറഞ്ഞു. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, സൗദി അറേബ്യ, തുർക്കി, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം IS-നെ നേരിടുമെന്നും പുടിൻ വ്യക്തമാക്കി. സിറിയയിൽ IS-നെതിരായ പോരാട്ടത്തിലാണ് റഷ്യൻ സൈന്യം. റഷ്യക്കെതിരെയും IS ഭീഷണി മുഴക്കിയിട്ടുണ്ട്. IS-നെതിരായ പോരാട്ടത്തിൽ അമേരിക്കയുമായി കൈകോർക്കാനൊരുങ്ങുകയാണ് റഷ്യ. തുർക്കിയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിലാണ് ഇതു സംബന്ധിച്ച ഏകദേശ ധാരണയായത്. 224 യാത്രക്കാരുമായി പുറപ്പെട്ട റഷ്യൻ വിമാനം തകർത്തത് ഭീകരർ തന്നെയാണെന്ന് റഷ്യ സ്ഥിരീകരിച്ചു. റഷ്യൻ സുരക്ഷാ മേധാവി അലക്സാണ്ടർ ബോർഡ്നിക്കോവ് ഇക്കാര്യം പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ഔദ്യോഗികമായി അറിയിച്ചു. ആഭ്യന്തരമായി നിർമ്മിച്ച സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് വിമാനം തകർത്തതെന്ന് അലക്സാണ്ടർ പറഞ്ഞു. ഭീകരരെക്കുറിച്ച് വിവരം തരുന്നവർക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇനാം പ്രഖ്യാപിച്ചു. 33 മില്യൺ പൗണ്ട് അഥവാ 330 കോടി ഇന്ത്യൻ രൂപയാണ് ഇനാം. സംഭവത്തിന് ഉത്തരവാദികളായവർ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും അവരെ കണ്ടെത്തുമെന്ന് പുടിൻ പറഞ്ഞു. മുതിർന്ന VHP നേതാവ് അശോക് സിംഗാൾ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ഗുഡ്ഗാവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 1991 മുതൽ 20 വർഷം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷനായിരുന്നു. 2011 അനാരോഗ്യത്തെ തുടർന്ന് സ്ഥാനം ഒഴിയുകയായിരുന്നു. 1926 സെപ്റ്റംബർ 15 ആഗ്രയിലായിരുന്നു ജനനം. 1950 ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. 1942 മുതൽ RSSുമായി അടുപ്പത്തിലായ സിംഗാൾ ബിരുദം നേടിയ ശേഷം മുഴുവൻ സമയ പ്രചാരകയായി പ്രവർത്തിച്ചു. സ്കൂളിലെ ലിഫ്റ്റിനിടയിൽ തലകുരുങ്ങി 3.5 വയസ്സുകാരിക്ക് ദാരുണ അന്ത്യം. ഹൈദരാബാദിലെ ശ്രീ ചൈതന്യ സ്കൂളിൽ ഇന്ന് രാവിലെയാണ് സംഭവം. സെയ്ദ സൈനബ് ഫാത്തിമ എന്ന കുട്ടിയാണ് മരിച്ചത്. താഴത്തെ നിലയിൽ നിന്ന് കുട്ടിയെ അധ്യാപിക മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടം. ലിഫ്റ്റിന്റെ ഗ്രില്ലിട്ട ഡോറിനിടയിൽ കുട്ടിയുടെ തല കുരുങ്ങുകയായിരുന്നു. ഈ സമയം വേറെയും കുട്ടികൾ ലിഫ്റ്റിലുണ്ടായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും പെൺകുട്ടിയുടെ ബന്ധുക്കളും സ്കൂളിനു മുന്നിൽ മാർച്ച് നടത്തി. മാനേജ്മെന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അഴിമതിക്കാരെയും കോഴക്കാരെയും പോറ്റി വളർത്തുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനം അടിച്ചു പുറത്താക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കൊടിയ അഴിമതിയും വിലക്കയറ്റവും മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും VS പറഞ്ഞു. കോഴ വാങ്ങിയതിന് പേരിൽ KM മാണി മന്ത്രിസഭയിൽ നിന്ന് പുറത്തുപോയി. 15 കോടി രൂപ കോഴ വാങ്ങിയതിന് മറ്റൊരു മന്ത്രിയായ K ബാബു പുറത്താക്കലിന്റെ വക്കിലാണ്. അഴിമതിക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിന്റെ ഉദാഹരണമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ UDFന്റെ കനത്ത പരാജയം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഇതേ മാതൃക തുടരുമെന്നും VS പറഞ്ഞു. അഴിമതിക്കാര്യത്തിൽ പുതിയ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിയുടെ നിലപാടുകൾ നോക്കി പ്രതികരിക്കാമെന്ന് VS പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു.
താൻ സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ രാജിവെക്കേണ്ടി വരുമെന്ന് സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണൻ. വാഗ്ദാനങ്ങൾ നൽകി ഭരണപക്ഷത്തുള്ളവർ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ തന്നെ അനുവദിക്കണമെന്നും സോളാർ കമ്മീഷനിൽ മൊഴി നൽകവെ ബിജു രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ജയിൽ മോചനം വാഗ്ദാനം ചെയ്ത് ചിലർ തന്റെ വായ അടപ്പിക്കുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് പല സത്യങ്ങളും ഇതുവരെ പുറത്തു വരാതിരുന്നതെന്നും ബിജു പറഞ്ഞു. പാരീസിലെ ഭീകരാക്രമണം ഇരുട്ടടിയായത് സിറിയൻ അഭയാർത്ഥികൾക്കെതിരെ കടുത്ത നയങ്ങൾക്ക് സമ്മർദ്ദം. പാരീസിലെ ഭീകരാക്രമണം ശരിക്കും നടുക്കത്തിലാക്കിയത് സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് അഭയം തേടി ഇറങ്ങിയ ലക്ഷങ്ങളെയാണ്. കടൽ കടന്നെത്തുന്നവരെ സ്വീകരിക്കുന്ന നയത്തിനെതിരെ ഏറെയായി രംഗത്തുള്ള തീവ്രപക്ഷങ്ങൾ ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികളെ പിടിക്കാനെന്ന പേരിൽ ബെൽജിയം, ഇറ്റലി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ അതിർത്തികൾ ഇതിനകം അടച്ചുകഴിഞ്ഞു. പാരീസ് ആക്രമണത്തിനു പിന്നിൽ അഭയാർത്ഥി പ്രശ്നമാണെന്ന് പോളണ്ട്, ലാത്വിയ, സ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക് എന്നിവർ പരസ്യമായി പ്രഖ്യാപിച്ചതും കഴിഞ്ഞ ദിവസമാണ്. സ്ഫോടനം നടത്തിയവരെക്കുറിച്ച് അന്വേഷണത്തിന്റെ മുന സിറിയയിലെ IS തീവ്രവാദികളിലേക്കും ചില അഭയാർത്ഥികളിലേക്കും എത്തിയതോടെ നേരത്തെ അനുകൂല നിലപാടുണ്ടായിരുന്ന സർക്കാരുകളും മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. 1,60,000 അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാൻ അടുത്തിടെ യൂറോപ്യൻ യൂണിയൻ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. പാരീസ് ആക്രമണത്തോടെ ഇനി അത് നടക്കില്ലെന്നതാണ് ആശങ്ക. പദ്ധതി ഉപേക്ഷിക്കണമെന്ന് പോളണ്ട് സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതേസമയം അഭയാർത്ഥികൾക്ക് പ്രതിരോധവുമായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ജീൻ ക്ലോഡ് ജങ്കർ രംഗത്തെത്തി. പാരീസിൽ ആക്രമണം നടത്തിയവരുടെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ടാണ് അഭയാർത്ഥികൾ സിറിയ വിട്ടുപോരുന്നത്. ഇതേ അക്രമികളുടെ പേരിൽ ഇരകൾക്കായുള്ള പദ്ധതി മാറ്റേണ്ടതില്ല എന്ന് G20 ഉച്ചകോടിയിൽ അദ്ദേഹം പറഞ്ഞു. പാരീസ് സ്റ്റേഡിയത്തിനു പുറത്ത് സ്വയം പൊട്ടിത്തെറിച്ചവരിൽ ഒരാളുടെ വശം കണ്ടെത്തിയ സിറിയൻ വിസയാണ് ഏറ്റവും ഒടുവിലത്തെ വില്ലൻ. ഇത് യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെങ്കിലും ഇയാൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഗ്രീസ് വഴി ഫ്രാൻസിലെത്തിയതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യൂറോപ്പിലെ പ്രതികരണത്തിനു സമാനമായി അമേരിക്കയിലും സിറിയൻ അഭയാർത്ഥികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. കാര്യമായ ഒഴുക്കില്ലെങ്കിലും US-ലെ 2 സംസ്ഥാനങ്ങളുടെ ഗവർണർമാർ അഭയാർത്ഥികളെ ഇനി സ്വീകരിക്കാനാവില്ലെന്ന വാദവുമായി രംഗത്തെത്തി. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ എത്തിയ ജർമ്മനിയിലും പ്രതിഷേധം തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം പാരീസിനു ശേഷം തങ്ങൾ ലക്ഷ്യമിടുന്നത് അമേരിക്കൻ നഗരമായ വാഷിംഗ്ടൺ ആണെന്ന് IS പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നു. ആധികാരികത ഇനിയും ഉറപ്പിച്ചിട്ടില്ലാത്ത വീഡിയോ ഇന്നലെയാണ് പുറത്തുവന്നത്. അൽ ഗരീബ് അൽജീരിയൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് തലപ്പാവണിഞ്ഞയാളാണ് പുതിയ വീഡിയോയിൽ ഭീഷണി മുഴക്കുന്നത്. യൂറോപ്പിലെ കൂടുതൽ നഗരങ്ങൾ ആക്രമിക്കുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ആൺകുട്ടികളും പെൺകുട്ടികളും കോളേജുകളിൽ ഒരുമിച്ചിരിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. കേരളത്തിൽ അങ്ങനെയുള്ള കോളേജുകൾ ഉണ്ടോ എന്ന് അറിയില്ല. ഒരുമിച്ചിരിക്കുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല. അടുത്ത കസേരകളിൽ ഇരിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെറും ചുറ്റികയും ഉളിയും കൊണ്ട് മുഗൾ കാലഘട്ടത്തിൽ മഹത്തായ താജ്മഹൽ എന്ന ലോകാത്ഭുതം നിർമ്മിച്ചപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ താജ്മഹലിന് ചുറ്റും ഒരു റോഡ് പോലും നിർമ്മിക്കാനാകുന്നില്ലെന്ന് സുപ്രീം കോടതി. താജ്മഹലിന് ചുറ്റും ടാർ റോഡിന് പകരം കല്ല് പാകിയ റോഡുണ്ടാക്കാൻ അനുവദിക്കണമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ആവശ്യപ്പെട്ടപ്പോഴാണ് കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത്. 17-ാം നൂറ്റാണ്ടിൽ വെറും കൈയും ചുറ്റികയും ഉളിയും കൊണ്ടാണ് താജ്മഹൽ നിർമ്മിച്ചത്. എന്നാൽ ഇത്രയേറെ ആധുനിക ഉപകരണങ്ങളുണ്ടായിട്ടും നിങ്ങളുടെ എഞ്ചിനീയർമാർക്കും കോൺട്രാക്ടർമാർക്കും മര്യാദയ്ക്ക് ഒരു റോഡ് പോലും ഉണ്ടാക്കാനാകുന്നില്ല. വെറുതെ പൊതുപണം ദുർവ്യയം ചെയ്യുകയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ടാർ റോഡ് മലിനീകരണമുണ്ടാക്കുമെന്ന ഗോരഖ്പൂർ IIT-യുടെ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തർപ്രദേശ് സർക്കാർ കല്ല് പാകിയ റോഡിന് അനുമതി തേടിയത്. ആശയം നല്ലതാണെന്ന് പറഞ്ഞ കോടതി റോഡ് പണി പൂർത്തിയായാൽ വാട്ടർ അതോറിറ്റിയും വൈദ്യുതി വകുപ്പും റോഡ് കുഴിക്കാൻ തുടങ്ങില്ലേ എന്നും കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. സർക്കാരിന്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് പുരാവസ്തു വകുപ്പിന്റെ അഭിപ്രായം തേടിയ കോടതി ഹർജി ഡിസംബർ 14-ലേക്ക് മാറ്റി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം 8 പേർക്ക് സ്പാനിഷ് കോടതിയുടെ അറസ്റ്റ് വാറണ്ട്. 2010-ൽ ഗസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട കപ്പൽ ആക്രമിച്ച് സന്നദ്ധ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അടക്കം അറസ്റ്റ് ചെയ്യാൻ സ്പാനിഷ് നാഷണൽ കോടതി ജഡ്ജ് ജോസ് ഡിലാമാട്ട ഉത്തരവിട്ടത്. 2010-ൽ ഫ്രീ ഗാസ മൂവ്മെന്റിന്റെയും തുർക്കിഷ് ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ ഗസയിലേക്ക് വസ്ത്രങ്ങളടക്കം സഹായവുമായി പുറപ്പെട്ട ഫ്രീഡം ഫോർട്ടില്ല കപ്പലുകളെ ഗസയുടെ സമീപം ഇസ്രായേൽ സേന ആക്രമിക്കുകയായിരുന്നു. മാവി മർമര എന്ന കപ്പലിലെ 9 സന്നദ്ധ പ്രവർത്തകരെ സൈന്യം കൊലപ്പെടുത്തുകയും ചെയ്തു. കേസിൽ വിശദമായി വാദം കേട്ട കോടതി പ്രതികൾ രാജ്യത്ത് എത്തുന്നത് നിരീക്ഷിക്കണമെന്നും രാജ്യത്ത് പ്രവേശിച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അനുമതി നൽകുകയും ചെയ്തു.
ലാറ്റിൻ അമേരിക്കൻ ഹെറാൾഡ് ട്രിബ്യൂൺ ആണ് വാർത്ത പുറത്തുവിട്ടത്. കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി VKC മുഹമ്മദ് കോയ ചുമതലയേൽക്കും. CPMലെ മീര ദർശകാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് ബാബു പറശ്ശേരിയെയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPIയിലെ റീന മുണ്ടേങ്ങാടിനെയും തീരുമാനിച്ചതായി CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ പുതിയ കോർപ്പറേഷൻ മേയർമാരെയും ഡെപ്യൂട്ടി മേയർമാരെയും നാളെയാണ് തിരഞ്ഞെടുക്കുന്നത്. മുൻ MLA VKC മുഹമ്മദ് കോയയുടെ പേരാണ് മേയർ സ്ഥാനത്തേക്ക് കൂടുതലും ഉയർന്നുവന്നത്. 1979 ചെറുവണ്ണൂർ നല്ലളം പഞ്ചായത്ത് പ്രസിഡന്റ്, 1990 ജില്ലാ കൌൺസിൽ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ, 1995 ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അലങ്കരിച്ച ഈ 75കാരൻ അരീക്കാട് നിന്നാണ് കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. VKC വ്യവസായ സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയാണ്. ബാബു പറശ്ശേരി ഒളവണ്ണ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഫ്രാൻസിലെ പാരീസിൽ ദുരന്തം വിതച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്ക് പ്രമുഖ ലോകരാജ്യങ്ങളുടെ സമ്മാനം. US ഫ്രഞ്ച് വിമാനങ്ങളിലാണ് പ്രിയപ്പെട്ട സമ്മാനങ്ങൾക്കൊപ്പം സ്നേഹ സന്ദേശങ്ങളും IS ഭീകരരെ തേടിയെത്തിയത്. സിറിയയിൽ തീമഴ പെയ്യിച്ച് US വെൽഫെയർ മിസൈലുകളാണ് കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ തേടിയെത്തുന്നത്. വെൽഫെയർ മിസൈലുകളിൽ സൈനികർ പാരീസ് ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഭീകരർക്കുള്ള സ്നേഹ സന്ദേശങ്ങളും എഴുതിയിരുന്നു. US ആർമിയുടെ WTF മൊമെന്റ് ഫേസ്ബുക്ക് പേജിലാണ് സന്ദേശങ്ങളെഴുതിയ മിസൈലുകളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നത്. ഹേ ISIS, USAWTFM ഫ്രാൻസിലെ ജനങ്ങൾക്കു വേണ്ടി നിങ്ങൾക്കൊരു സ്നേഹസമ്മാനം നൽകുന്നുവെന്ന് മിസൈലുകളിൽ കുറിച്ചിട്ടുണ്ട്. പാരീസിൽ 130 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി സിറിയയിലെ ഭീകരരുടെ താവളങ്ങളിൽ ഫ്രാൻസും USഉം ആക്രമണം ശക്തമാക്കിയിരുന്നു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. जिंदाबाद जिंदाबाद SSF जिंदाबाद SSF जिंदाबाद ത്യാഗചരിതമതല്ലോ SSF ധീര പ്രയാണം ത്യാഗചരിതമതല്ലോ SSF ധീര പ്രയാണം പൂർവികർ പകർന്ന വീര്യം ചോർന്നിടാതെയെന്നും ധീരരക്തസാക്ഷികളെ ഓർക്കുക നമ്മൾ. ധർമ്മലോകമീ കരങ്ങളാൽ തീർക്കുക നമ്മൾ जिंदाबाद जिंदाबाद SSF जिंदाबाद SSF जिंदाबाद ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ ദൂരമേറെ താണ്ടിയെങ്കിലും മറന്നിടാ. ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ ദൂരമേറെ താണ്ടിയെങ്കിലും മറന്നിടാ. 40ന്റെ വിജയശൃംഗമിൽ പാദമൂന്നി നാം തോൽക്കുകയില്ല ഈ പദങ്ങളിൽ. SSFുകാർ 40ന്റെ വിജയശൃംഗമിൽ പാദമൂന്നി നാം തോൽക്കുകയില്ല ഈ പദങ്ങളിൽ. SSFുകാർ തീർത്തെളി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ലോകത്ത് അക്രമവും അരാജകത്വവും സൃഷ്ടിക്കുന്ന തീവ്രവാദികൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടാവണമെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവനയിൽ പറഞ്ഞു. പാരീസിൽ തീവ്രവാദികൾ നടത്തിയ മനുഷ്യക്കുരുതിയെ സമാധാനകാംക്ഷികൾ ഒന്നടങ്കം അപലപിക്കേണ്ടതാണ്. നിരപരാധികളായ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഇത്തരം അക്രമങ്ങൾ മനുഷ്യത്വമില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ്. അക്രമവും ഭീകരവാദവും പ്രോത്സാഹിപ്പിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഇത്തരം സംഘടനകൾ മതപാരമ്പര്യത്തെയും പൈതൃകങ്ങളെയും ഉന്മൂലനം ചെയ്യാനാണ് കിട്ടിയ അവസരങ്ങളിലൊക്കെയും ശ്രമിച്ചത്. മഹാപണ്ഡിതർ ഒന്നടങ്കം വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഇത്തരം ശക്തികളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദ സംഘങ്ങളെ നിലയ്ക്കു നിർത്താൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് കഴിയണം. പാരീസ് ആക്രമണത്തിന് പിന്നിലെ കറുത്ത കരങ്ങളെ വെളിച്ചത്തു കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണമെന്നും കാന്തപുരം ഉസ്താദ് ആവശ്യപ്പെട്ടു. മുസ്ലിം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ MSOയുടെ ദേശീയ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ഓക്ലെ വിഹാറിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു.
സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം അബൂ ഹനീഫൽ ഫൈസി തെന്നല, MSO ദേശീയ അധ്യക്ഷൻ ഷൌക്കത്ത് നഈമി കാശ്മീർ, ജനറൽ സെക്രട്ടറി ഷുജാഅത്ത് ഖാദിരി, ട്രഷറർ സുഹൈർ നൂറാനി ബംഗാൾ, വിസ്ഡം ഹോം കോർഡിനേറ്റർ ഖാദർ നൂറാനി നരിക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. MSOയുടെ ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ആസ്ഥാനം തുറന്നത്. ടിപ്പു സുൽത്താൻ മതമൈത്രിയുടെ വാക്താവായിരുന്നുവെന്നും കർണാടക സർക്കാർ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച ടിപ്പു സുൽത്താൻ ജയന്തി സ്വാഗതാർഹമാണെന്നും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. ടിപ്പു സുൽത്താൻ ജയന്തി ആചരണത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടയിൽ സംസ്ഥാനത്തുണ്ടായ അക്രമ സംഭവങ്ങൾ ഖേദകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രകോപനപരമായ നീക്കങ്ങൾ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും മതസൌഹാർദ്ദവും സമാധാനവും നിലനിർത്താൻ എല്ലാ വിഭാഗം ജനങ്ങളും ശ്രദ്ധിക്കണമെന്നും ഉസ്താദ് അഭ്യർത്ഥിച്ചു. മുസ്ലിം ഭരണാധികാരിയായതോടുകൂടി എല്ലാ മതവിശ്വാസികളുടെയും ഇടയിൽ ഐക്യവും സൌഹാർദ്ദവും സ്ഥാപിക്കാൻ ശ്രമിച്ച ആളാണ് ടിപ്പു സുൽത്താൻ എന്ന അടിസ്ഥാനത്തിലാണ് കർണാടക സർക്കാർ ടിപ്പു സുൽത്താൻ ജയന്തി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മതവിശ്വാസികൾക്കിടയിലുള്ള ഭിന്നിപ്പിനും ആക്രമണങ്ങൾക്കും ടിപ്പു ജയന്തി കാരണമാകരുത്, ഉസ്താദ് പറഞ്ഞു. സർക്കാർ മേൽനോട്ടത്തിൽ മടിക്കേരിയിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിലാണ് ചിലർ നിരപരാധികളെ ആക്രമിച്ചത്. സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നിരപരാധികളെ ഉടൻ വിട്ടയക്കണമെന്നും ഉസ്താദ് അഭ്യർത്ഥിച്ചു. SSF മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ക്യാമ്പസുകളിലൂടെയുള്ള ധർമ്മസഞ്ചാരം പ്രയാണം ആരംഭിച്ചു. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ശീർഷകത്തിൽ നവംബർ 21 നടക്കുന്ന ക്യാമ്പസ് സമ്മേളനത്തിന്റെ പ്രചാരണമായിട്ടാണ് ധർമ്മസഞ്ചാരം നടക്കുന്നത്. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നിന്ന് പ്രയാണം ആരംഭിച്ച ധർമ്മസഞ്ചാരം സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് പറവൂർ, സഞ്ചാരം ക്യാപ്റ്റനും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ M അബ്ദുറഹ്മാന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ SSF സംസ്ഥാന ഉപാധ്യക്ഷൻ K സൈനുദ്ദീൻ സഖാഫി, SSF ജില്ലാ പ്രസിഡന്റ് M ദുൽഫുഖാർ അലി സഖാഫി, ക്യാമ്പസ് സെക്രട്ടറി MK മുഹമ്മദ് സഫ്വാൻ, KV ഫക്രുദ്ദീൻ സഖാഫി, റഷീദ് ഊരകം എന്നിവർ പ്രസംഗിച്ചു. മർക്കസ് ശരീഅത്ത് കോളേജ് ഗ്രാജുവേറ്റ്സ് കൊല്ലം സഖാഫി ശൂറ കൌൺസിൽ പുനഃസംഘടിപ്പിച്ചു. ഭാരവാഹികളായി സയ്യിദ് ഹസ്ബുള്ള തങ്ങൾ സഖാഫി ചെയർമാനും അഹമ്മദ് സഖാഫി ജനറൽ കൺവീനറും AK ഹംസ സഖാഫി ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. കൊല്ലം ഖാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സിൽ ചേർന്ന സഖാഫി സംഗമത്തിലായിരുന്നു പുനഃസംഘാടനം. ചടങ്ങ് സയ്യിദ് ഹസ്ബുള്ള സഖാഫിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര ശൂറ സമിതി അംഗം ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ഷംവീൽ സഖാഫി കർമ്മ പദ്ധതികൾ അവതരിപ്പിച്ചു. സമസ്ത മുശാവറ അംഗം ഇസുദ്ദീൻ കാമിൽ സഖാഫി, അഹമ്മദ് സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് നേതാവ് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ നയനിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചതാണ് മുസ്ലിം ലീഗ് ഇന്നനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് കാരണമെന്ന് ബാഫഖി തങ്ങളുടെ മകൻ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ പ്രസ്താവിച്ചു. ഈജിപ്തിലെത്തിയ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ KMIC ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ വളർച്ചയിലൂടെ രാജ്യ നന്മയും സാംസ്കാരിക പുരോഗതിയുമായിരുന്നു തന്റെ പിതാവ് ലക്ഷ്യം വെച്ചിരുന്നത്. അതിനായി വ്യക്തമായ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള നേതൃത്വം ബാഫഖി തങ്ങളുടെ ലക്ഷ്യത്തിന് ഘടകവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ തിക്തഫലമാണ് പാർട്ടി ഇന്ന് അനുഭവിക്കുന്നതെന്നും സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ പറഞ്ഞു. സാമൂഹിക പ്രതിബദ്ധതയും ദീനീ സേവനവും കൈമുതലാക്കിയ ബാഫഖി തങ്ങൾ തന്റെ മരണം വരെ ഐക്യത്തിന്റെ അംബാസഡറായാണ് പ്രവർത്തിച്ചത്. സമുദായത്തിലെ ഭിന്നതകളിൽ കക്ഷി ചേരാതെ വിഷയങ്ങൾ നീതിയുടെ പക്ഷത്തു നിന്ന് പരിഹരിക്കുന്നതിനായിരുന്നു അദ്ദേഹം മുൻതൂക്കം നൽകിയിരുന്നത്. 1973 അവസാനമായി ഹജ്ജിന് പോകുന്നതിനു മുമ്പ് നൽകിയ സന്ദേശങ്ങളത്രയും യോജിപ്പിന്റേതായിരുന്നു. എനിക്ക് ചിലത് മുസ്ലിം ലീഗിനെ പറ്റി പറയാനുള്ള കാരണം കൊണ്ട് ഞാൻ ചിലത് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം മുസ്ലിം ലീഗിന് ചെയ്തു, എന്തെല്ലാം ആവശ്യത്തിന് എതിരായി ചെയ്തു എന്ന് തരം നോക്കുമ്പോൾ ഈ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് കാണുന്നത്. തങ്ങൾ ഉപ്പ സയ്യിദ് ബാഫഖി തങ്ങളെ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, ഇസ്ലാം ആദ്യം കാണണം, പിന്നെ രാഷ്ട്രീയം കാണും. ഇസ്ലാമും രാഷ്ട്രീയവും രണ്ടും കൂടി ഒന്നിച്ച് ചേർക്കരുത്. രാഷ്ട്രീയം വേറെ, മതം വേറെ. അപ്പോഴേ നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും നമ്മുടെ ഇടയിൽ അനിസ്ലാമികമായിട്ടോ അല്ല വേറെ എന്തെങ്കിലും ഇസ്ലാമിന് വിരുദ്ധമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നായിരുന്നു പലതുകൊണ്ടും പലത് പൊട്ടിത്തെറിച്ച് സംഭവം ഉണ്ടായിട്ടുമുണ്ട്. അത് ഇന്ന് കാണുന്നില്ല. ഇന്ന് ഓരോരുത്തരുടെ നീക്കങ്ങളും ഓരോരുത്തരുടെ മാതിരിയാണ്.
പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ ഇടയിൽ ഫ്ലക്സ് ബോർഡ് വെക്കുന്നുണ്ട്. ഈ ഫ്ലക്സ് ബോർഡ് വെക്കുമ്പോൾ അത് കഠിന വിരോധമാണെന്നാണ് അന്ന് വാഫക്കിത്തങ്ങളോട് ഷംസുൽ ഉലമ പറഞ്ഞത്. ഷംസുൽ ഉലമ പറഞ്ഞ വാക്കിന് ഉടനെ തന്നെ പാലിച്ചുകൊണ്ട് അന്നത്തെ ലീഗിന്റെ എല്ലാ കൈകാര്യം ചെയ്യുന്ന സ്വന്തം മരുമകൻ സെയ്ദുമർ വാഫക്കിത്തങ്ങളോട് പറഞ്ഞു, ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണെന്ന് ഉസ്താദ് പറയുന്നുണ്ട്, ആ ഉസ്താദിന്റെ വാക്കിനെ വില കൽപ്പിക്കണം. അങ്ങനെ അന്ന് തന്നെ ആ ഫ്ലക്സ് ബോർഡ് എടുക്കുകയും ഇനി മേലാൽ വെക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതനുസരിച്ചിട്ട് അന്ന് ആരും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല, അന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ മാത്രമല്ല, സമസ്തന്റെ ഒരു വിഭാഗത്തെ ആൾക്കാർ ബാഫക്കിത്തങ്ങളുടെ പിതാവ് ബാഫക്കിത്തങ്ങളുടെ അടക്കം, ബാഫക്കിത്തങ്ങളോട് കൽപ്പിച്ച ഷംസുലമന്റെ അടക്കം മമ്പറത്തങ്ങളെ ഫോട്ടോ വരെ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ട് സംഗതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതൊരു രാഷ്ട്രീയത്തിൽ കൂടിയാണെങ്കിൽ അത് വേറൊരു മാതിരി. ഇത് എന്തുകൊണ്ട് നമ്മുടെ ഇസ്ലാം അവിടെയും ആലിമ്യങ്ങളുണ്ട്, അവിടെയും മുസ്ലിം ലീഗ് നേതാക്കന്മാരുണ്ട്. അവരെല്ലാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലീഗും മുസ്ലിം ലീഗും എല്ലാം പ്രായത്തായി തീരും. നമ്മുടെ സംഘടന ഇസ്ലാം ഒരു ഒത്തൊരുമിച്ച് കൂടി പ്രായത്തായി കഴിഞ്ഞാൽ ഇവിടെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന അതേ ആശയത്തിൽ കൂടി എല്ലാം സുന്നത്ത് ജമാഅത്ത് മാത്രം തന്നെ ആ ആശയത്തിൽ കൂടി കിടക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനോട് പരിഹാരമായിട്ട് പലതും കാണണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സമസ്തന്റെ ഏതെങ്കിലും വലിയ വലിയ പരിപാടി നടക്കുമ്പോൾ അവിടെ വാഫക്കിത്തങ്ങളുടെ കാലത്ത് മറ്റ് മൗദൂദികൾക്കോ ജമാഅത്ത് ഇസ്ലാമിനോ സുന്നിയല്ലാത്ത വേറെ ഏതെങ്കിലും വഹാബികൾക്കോ തങ്ങൾ സ്ഥാനം കൊടുത്തില്ല. ഉദാഹരണത്തിന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ വെച്ചിട്ട് MK ആജി സുലൈമാൻ സോട്ടുവെല്ലാം വരുമ്പോൾ പിറകെ കസാല ഇട്ട് കൊടുക്കും, മുമ്പിൽ വരാൻ പാടില്ല. അന്ന് ഇസ്മായിൽ സാഹിബ് മാത്രമാണ് കസാല മുമ്പിൽ ഇട്ട് കൊടുത്തത്. ആ ഒരു മാതൃക ഇന്ന് കാണുന്നുണ്ടോ? ഇല്ല. അതാണ് എനിക്ക് വലിയ വേദന. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ ആ ഭാഗമുള്ള ആൾക്കാരെ വേർതിരിച്ച് സുന്നി വിവാദത്തിൽ വെക്കുമ്പോൾ വേറെ ആളെ വേർതിരിച്ച് അങ്ങനെ കാട്ടിക്കൂട്ടിയാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അൽഹംദുലില്ലാ ഇന്നിപ്പോ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും എല്ലാം ഇലക്ഷൻ നടന്നു. എത്ര മുസ്ലിമുകളാണ്, മുസ്ലിം ലീഗുകാരാണ് രാജിവെച്ചത്? എന്തുകൊണ്ട് രാജിവെക്കുന്നു? എന്താ രാജിവെക്കാൻ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ലാത്ത കാരണത്താൽ. ഐക്യമുണ്ടെങ്കിൽ എല്ലാം റാഹത്തായി നടക്കും. ഐക്യം വേണം, എന്നാലേ സംഗതി നടക്കുകയുള്ളൂ. എന്റെ ഉപ്പ സീതാധർമ്മ വാഫക്കിത്തങ്ങൾ മരിക്കുമ്പോൾ പറഞ്ഞതാണ്, നമ്മൾ മുസ്ലിമീങ്ങൾ എല്ലാവരും യോജിച്ച് നിൽക്കണം. ആ യോജിപ്പില്ലാത്ത കാരണത്തിനെ കൊണ്ടാണ് നമ്മുടെ സംഘടന ഇത്രയും വഷളായിത്തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നമുക്കെന്തെങ്കിലും വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ ആ വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്. എനിക്കിപ്പോൾ 75 വയസ്സായി. അൽഹംദുലില്ലാ എന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ ആ സ്ഥലത്ത് ഞാൻ ഇരിക്കാൻ തയ്യാറാണ്, ഞാൻ വരാൻ തയ്യാറാണ്. എന്നെ മാത്രം വിളിക്കുന്നില്ല, അത് പറയും ഞാൻ വേപ്പിക്കാരനായിരിക്കാം. അതേപോലെ ജ്യേഷ്ഠാഞ്ചന്മാർ എത്രയോ മുസ്ലിം ലീഗിനോട് യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരു ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് ആക്കിയും കൊടുത്തിട്ടുണ്ടോ? എന്റെ അറിവിൽ കാണുന്നില്ല. അതാണ് വലിയ സങ്കടം. ബാഫക്കിത്തങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ മലപ്പുറത്ത് വെച്ചിട്ട് 1973 മരിച്ച ബാഫക്കിത്തങ്ങളെ 42 വർഷം ഇതുവരെ ഒന്നും ചെയ്യാത്തത് ഇപ്പൊ 43ാമത്തെ വർഷം വരെ യാസീൻ ഓതലും ദ്വാരക്കലൊക്കെ നടന്നു. ആ ദ്വാരയിൽ നോക്കുമ്പോൾ ബാഫക്കിത്തങ്ങളെ മക്കൾ ആരും ഉണ്ടായിട്ടില്ല, പേരക്കുട്ടികളും ഉണ്ടായിട്ടില്ല. പിന്നെ ആരാ വേണ്ടത്? ആരാ ഞങ്ങൾ കൊണ്ടുവന്നത്? ഇല്ലാണ്ടല്ലോ. വേറെ തങ്ങന്മാരുണ്ട്. സഹാബി തങ്ങളെ അനുജൻ സെയ്ദ് സാദിഖലി തങ്ങളുണ്ടായിരുന്നു. വേറെ മഞ്ചേരിയിലെ വേറെ തങ്ങന്മാരുണ്ടായിരുന്നു. ഒരൊറ്റ പേരക്കുട്ടി, മലപ്പുറമുള്ള പേരക്കുട്ടികൾ വരെ ആ സംഘടനയിൽ ഉണ്ടായിട്ടില്ലാതെ പേപ്പർ എനിക്ക് കാണാൻ സാധിച്ചു. ബാഫക്കിത്തങ്ങളെ അവഗണിക്കുന്ന ഈ കാരണം കൊണ്ടിട്ട് ലീഗിന് വളരെയധികം ക്ഷീണമുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഞങ്ങളെപ്പോലത്തോട് ആരും തയ്യാറില്ലാത്തല്ല, ഞങ്ങൾ തയ്യാറുണ്ട്, റെഡിയാണ്. ആരും നിങ്ങൾ വിളിക്കുന്നില്ല, എവിടെയും വിളിക്കുന്നില്ല, ഏത് സ്ഥലത്തും വിളിക്കുന്നില്ല. അതുകൊണ്ട് സംഘത്തോട് പറയുന്നു, കാരണം എല്ലാ മുസ്ലിം ലീഗിന്റെ എല്ലാ ആൾക്കാരും രാഷ്ട്രീയത്തിൽ ഒരേ കണ്ണുകൊണ്ട് കണ്ടിട്ട് എല്ലാവരും റാഹത്താക്കി തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് സന്തോഷത്തിൽ വയർന്ന് റാഹത്തായി കാണുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. UDF-മായി യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഒരു ഭിന്നിപ്പില്ലാതെ മുസ്ലിമുകൾക്ക് ഗുണമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അട്ടഹസിച്ച് രാഷ്ട്രീയത്തിൽ കൂടി മുസ്ലിമുകൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിൽ ആണെന്ന് പ്രത്യേകിച്ചും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. രാഷ്ട്രീയ വിഷയങ്ങളിൽ കാന്തപുരം ഉസ്താദിന്റെ നയനിലപാടുകൾക്ക് പിന്നിലാണ് താനുള്ളതെന്നും വിദ്യാഭ്യാസ സേവന രംഗത്ത് കാന്തപുരത്തിന്റെ മുന്നേറ്റം രാജ്യം ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
യൂറോപ്പ്, ആഫ്രിക്കൻ നാടുകളടക്കം 50ഓളം രാഷ്ട്രങ്ങൾ സന്ദർശിച്ച തങ്ങൾ ഇതാദ്യമായാണ് ഫലസ്തീനും ഈജിപ്തും സന്ദർശിക്കുന്നത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. G20 രാജ്യങ്ങൾ ഉൾപ്പെടെ 40 രാജ്യങ്ങൾ IS-നെ സഹായിക്കുന്നുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. മുതിർന്ന VHP നേതാവ് അശോക് സിംഗാൾ അന്തരിച്ചു. ഗുഡ്ഗാവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് സ്പാനിഷ് കോടതിയുടെ അറസ്റ്റ് വാറണ്ട്. പാരീസിലെ ഭീകരാക്രമണം ഇരുട്ടടി സിറിയൻ അഭയാർത്ഥികൾക്ക്, കടുത്ത നയങ്ങൾക്ക് സമ്മർദ്ദം. അന്ന് താജ്മഹലുണ്ടാക്കി, ഇന്ന് ഒരു റോഡ് പോലും നിർമ്മിക്കാനാകുന്നില്ല സുപ്രീം കോടതി. ടിപ്പു സുൽത്താൻ മതമൈത്രിയുടെ വാക്താവ്. തീവ്രവാദത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടാവണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. SSF ക്യാമ്പസ് ധർമ്മസഞ്ചാരം പ്രയാണം ആരംഭിച്ചു. മുസ്ലിം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ MSOയുടെ ദേശീയ ആസ്ഥാനം ന്യൂഡൽഹിയിൽ തുറന്നു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.